മുംബൈയിലെ ശരത് പവാർ ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർണായക രഞ്ജി ട്രോഫി മത്സരത്തിൽ മേഘാലയക്കെതിരെ മുംബൈക്കായി ഹാട്രിക് നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂർ. ജമ്മു കാശ്മീരിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും താക്കൂർ നേടിയിരുന്നു. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, രഹാനെ, ശ്രേയസ് അയ്യർ തുടങ്ങി പ്രധാന ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെട്ട മത്സരം കൂടിയായിരുന്നു അത്. ഇതിനു പിന്നാലെയാണ് ഷാർദുൽ വീണ്ടും മുംബൈയുടെ രക്ഷയ്ക്കെത്തിയത്. മത്സരത്തിലെ മൂന്നാം ഓവറിൽ അനിരുദ്ധ് ബി, സുമിത് കുമാർ, ജസ്കിരത് എന്നിവരുടെ വിക്കറ്റാണ് താക്കൂർ വീഴ്ത്തിയത്. ഇതുകൂടാതെ മേഘാലയ ഓപ്പണർ നിഷാന്ത് ചക്രവർത്തിയെ ആദ്യ ഓവറിന്റെ 4-ാം പന്തിൽ തന്നെ താരം വീഴ്ത്തി. ഇതോടെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഹാട്രിക് നേടുന്ന 5ാമത്തെ മുംബൈ ബൌളർ കൂടിയായി ഈ 33-കാരൻ. 2023-24 സീസണിൽ ബീഹാറിനെതിരെ റോയ്സ്റ്റൺ ഹരോൾഡ് ഡയസ്, 1973-74 സൗരാഷ്ട്രയ്ക്കെതിരെ അബ്ദുൾ മുസബോയ് ഇസ്മയിൽ, 1963-64 ഗുജറാത്തിനെതിരെ ഉമേഷ് നാരായൺ കുൽക്കർണി, 1943-44 ബറോഡയ്ക്കെതിരെ ജൊഹാങ്ഹോത്ത് ബെഹ്റാം എന്നിവരാണ് മറ്റ് 4 ബോളർമാർ. ഈ സീസണിൽ ഇതുവരെ 7 മത്സരങ്ങളിൽ നിന്ന് 2 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും ഉൾപ്പെടെ 20 വിക്കറ്റും 297 റൺസും താക്കൂർ നേടിയിട്ടുണ്ട്. ഈയിടെ അവസാനിച്ച വിജയ് ഹസാരെ ട്രോഫിയിലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും താക്കൂർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയ് ഹസാരയിൽ 6.56 എന്ന ഇക്കോണമിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സെയ്ദ് മുഷ്താഖ് അലിയിൽ 9 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യക്ക് വേണ്ടി കളിച്ച 11 ടെസ്റ്റുകളിൽ 331 റൺസും 31 വിക്കറ്റുകളും താരം നേടിയിട്ടുണ്ട്. 47 ഏകദിനങ്ങളിൽ നിന്ന് 329 റൺസും 65 വിക്കറ്റും നേടിയപ്പോൾ 2020-ൽ 25 മത്സരങ്ങളിൽ നിന്ന് 33 വിക്കറ്റുകൾ നേടി. അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മുൻപതിപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടും താരത്തിന് ഇത്തവണത്തെ ടീമിൽ ഇടം പിടിക്കാനായിരുന്നില്ല. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിനിമം പെർഫോമൻസ് ഉറപ്പുതരുന്ന താരത്തെ പുറത്തു നിർത്തിയതിൽ മുൻ താരങ്ങളിൽ പലരും വിമർശനം ഉന്നയിച്ചിരുന്നു. തുടർച്ചയായ മിന്നും പ്രകടനങ്ങൾ കൂടിയായതോടെ താരമുണ്ടായിരുന്നുവെങ്കിൽ പരമ്പര സമനിലയിലേക്കെങ്കിലും എത്തിക്കാമായിരുന്നുവെന്ന് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. ഇത്തവണത്തെ IPL മെഗാലയത്തിലും താരം അൺസോൾഡ് ആയിരുന്നു. ഏതായാലും ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം ടീം സെലക്ഷനിലേക്കുള്ള മാനദണ്ഡമായി BCCI ഇപ്പോൾ ഉയർത്തിക്കാണിക്കുമ്പോൾ ആ പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ഷാർദുലിനെ സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കുമോ എന്ന് കണ്ടറിയാം.